ഹലോ കൂട്ടുകാരെ, പുതിയതായിട്ട് അവേക്കനിങ്ങിലേക്ക് വന്ന പലരും ഈ ചാനൽ കാണുന്നുണ്ട്. അവരുടെ അടുത്തുനിന്ന് പലപ്പോഴും കിട്ടുന്ന ഒരു ഡൗട്ടാണ്, ഈ ജേർണി ട്വിൻ ഫ്ലെയിം ജേർണി ഡിവൈൻലി ഗൈഡഡ് ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇന്നർ വർക്ക് ചെയ്തില്ലെങ്കിലും യൂണിയൻ നടക്കില്ല എന്നുള്ളത്. അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാം. ആദ്യം ഇന്നർ വർക്ക് എന്താണെന്നും ഇന്നർ വർക്ക് എന്തിനാണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കുക. ഇന്നർ വർക്ക് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഉള്ളിലേക്ക് നോക്കി നമ്മളുടെ ഉള്ളിലെ ഷാഡോ സൈഡിനെ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോളിനെ പ്യൂരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ ജന്മത്തിൽ ഇതുവരെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വരെ എടുത്തിട്ടുള്ള പല ജന്മങ്ങളിൽ നമ്മളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം, ആ കർമ്മയെ ക്ലിയർ ചെയ്യുക, ആ കർമ്മയെ ബാലൻസ് ചെയ്യുക. നമ്മൾ ഇപ്പോഴായിക്കോട്ടെ പല ജന്മങ്ങളിൽ ആലോചിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ട്. ആ ഏറ്റ ട്രാമാസിൻ്റെ മുറിവുകൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ട്. ഇതൊക്കെയും ക്ലീൻസ് ചെയ്ത് നമ്മൾ യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് അലൈനായിട്ട് ഹയസ്റ്റ് വൈബ്രേഷനുകളിൽ ഒന്നായ ലവിൻ്റെ എനർജിയിൽ, അൺകണ്ടീഷണൽ ലവിൻ്റെ എനർജിയിൽ വരിക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക്. ഇതിനായിട്ടാണ് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നർ വർക്കിനും യൂണിയനും തമ്മിൽ എന്താണ് ബന്ധം? ഇന്നർ വർക്ക് പ്യുവറായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ സോളിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ നമ്മളുടെ കൗണ്ടർ പാർട്ട് ഒരു സോൾ ആയതുകൊണ്ട് എനർജറ്റിക് ഫീൽഡിൽ ക്ലെൻസിങ് നടക്കുന്നു. സോൾ ലെവലിൽ ക്ലെൻസിങ് നടക്കുന്നത് കൊണ്ട് അവരും ഈ ഒരു കണക്ഷനെക്കുറിച്ച് അവെയറായിട്ട് അവരുടെ ഒരു സോൾ പർപ്പസ്, അതായത് ഒരേ സോളാണല്ലോ, ആ സോളിൻ്റെ പർപ്പസിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സത്യത്തിലേക്ക് വരാനായിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ യൂണിയന് വേണ്ടിയല്ല നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവേക്കൻ ആവുന്നതിലൂടെ നമ്മൾ നമ്മളുടെ കൗണ്ടർ പാർട്ടിനെയും അവേക്കൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ വരണമെങ്കിൽ നമ്മൾ ഒരു സറണ്ടർ സ്റ്റേജിൽ വരണം. യൂണിയൻ നടക്കണമെങ്കിൽ, ഒരു പെർമനൻറ്റ് ഹാർമോണിയസ് യൂണിയൻ നടക്കണമെങ്കിൽ നമ്മൾ ടോട്ടലി ഹീലായി സോൾ പർപ്പസിലേക്ക് വന്ന് നമ്മളൊരു ടോട്ടലി സറണ്ടർ ആയിട്ടുള്ള ഒരു സ്റ്റേജ്, അതായത് യൂണിയൻ നടക്കുമോ ഇല്ലയോ ഒന്നും നമുക്ക് ബോധേഡ് അല്ലാതെ നമ്മളൊരു കംപ്ലീറ്റ്നെസ്സിൻ്റെ സ്റ്റേജിൽ വരും, ഒരു സെൽഫ് ലവിലായിരിക്കും. അപ്പോൾ ഇവിടെ വരെ വരണമെങ്കിൽ പിന്നെയും നമ്മൾ ഇന്നർ വർക്ക് ചെയ്യണം. അതല്ലാതെ യൂണിയൻ നടക്കുമോ, ഡിവൈൻലി ഗൈഡഡ് അല്ലേ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്നർ വർക്ക് ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മളുടെ ഈഗോ സെൽഫാണ്, അതായത് നമ്മളുടെ മൈൻഡായിരിക്കും അവിടെ പ്രാവർത്തികമാക്കുന്നത് കാര്യങ്ങളെ. സോ ഈഗോ സെൽഫിൽ ഇരിക്കുന്ന ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ യൂണിയൻ നടന്നാലും അത് താൽക്കാലികമായിരിക്കും, അൺഅവേക്കൻഡ് ആയിരിക്കും. അൺഅവേക്കൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ തരും. ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര പെയിൻഫുൾ ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ നമ്മൾക്ക് പല പർപ്പസുകളുണ്ട്. അതിൽ ഏറ്റവും വലിയ പർപ്പസുകളിൽ ഒന്നാണ് നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ അവേക്കൻ ആക്കുക എന്നുള്ളതും. അതിനായിട്ടാണ് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നത്. ടോട്ടലി ഹീലാവാതെ, ഫുള്ളി ഹീലാവാത്ത ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ എപ്പോഴും ആ ഒരു റണ്ണർ ചേസർ റൗണ്ട് നടന്നുകൊണ്ടേയിരിക്കും, പരസ്പരം ട്രിഗർ കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ഈ സോൾ പർപ്പസിലേക്കൊക്കെ വരണമെങ്കിൽ നമ്മളൊരു സോൾ ലെവലിൽ കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അവിടെ വരെ പോകണമെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള കാർമിക്സിൻ്റെ ട്രിഗേഴ്സ്, കാർമിക്സിൻ്റെ ലെസൺസ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതെന്താണെന്നൊക്കെ തിരിച്ചറിയാനും കൂടി നമുക്ക് ഈ ഇന്നർ വർക്ക് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഒരു പക്ഷേ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ, അത് എത്ര പെയിൻ തന്നിട്ടാണെങ്കിലും യൂണിവേഴ്സ് അത് ചെയ്യിക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും ചെയ്യിക്കുകയും ചെയ്യും. സോ അതിലും നല്ലതായിട്ട് നമ്മൾക്ക് യൂണിവേഴ്സായിട്ട് കാണിച്ചു തന്നിരിക്കുന്ന ഒരു പാത്ത്, ഒരു വഴിയെ കൂടെ
നമ്മൾ കൂടുതലായിട്ട് മൈൻഡ് ഉപയോഗിക്കാതെ, അതായത് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാതെ പോകുന്നതായിരിക്കും നമ്മളുടെ ഒരു ഹയസ്റ്റ് ഗുഡിനായിട്ട് നല്ലത്. സോ ജേർണീനെ ട്രസ്റ്റ് ചെയ്ത് സറണ്ടറായി ഇന്നർ വർക്ക് ചെയ്യുക. ഇന്നർ വർക്ക് അല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഈ ജേർണിയിൽ നമ്മൾക്കില്ല. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതല്ലാതെ ട്വിൻ ജേർണി റിലേറ്റഡ് ഡൗട്ട്സ് ഉള്ളവർ വോയിസ് മെസ്സേജ് ആയിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് ഡൗട്ട്സ് അയക്കാവുന്നതുമാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.